ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് വണ്ടിയൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ വണ്ടിയും കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, വണ്ണം വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഓക്കെ, നമ്മുടെ അടുത്ത് തന്നെയാണ് വണ്ടിയും കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. അപ്പം നമുക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം നോക്കാൻ പോകാം. ഓക്കെ, അപ്പം നമ്മൾ രാവിലെ ചായയും കാര്യങ്ങളെല്ലാം കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇവിടുന്ന് അധിക ദൂരം ഇല്ല, നമ്മളിപ്പോൾ തന്നെ എത്തും. അവിടെ ചെന്നിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം ഒന്ന് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം അടിച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ റെഡി ക്യാഷും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് എടുത്തുകൊണ്ട് പോരും. ഓക്കെ, നമ്മൾ വണ്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കണ്ടപ്പോഴേ നമുക്ക് അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഓടിച്ചും കൂടി ഒന്ന് നോക്കും. ഓക്കെ, എന്തെങ്കിലും ചെറിയ ഇഷ്യൂയോ കാര്യങ്ങളോ ഉണ്ടോയെന്ന്. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോരും. അപ്പം നമ്മളങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വഴി കുറച്ച് മോശമാണ്. ഓക്കെ, ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തുവാണ്. അപ്പോൾ നമുക്ക് അവർ അയച്ചു തന്ന ലൊക്കേഷൻ അനുസരിച്ച് ഇവിടെ ഈ പരിസരത്ത് എവിടെയാണോ. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ വീടും കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ട് നമുക്ക് നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോകാം. ഓക്കെ, ഇവിടം വരെ വന്നപ്പോൾ തന്നെ നമ്മുടെ ചെറുക്കന് അത്യാവശ്യം ചെളിയും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. കാരണം ഈ വഴി ടാർ ചെയ്യാത്തതാണ്. ഓക്കെ, അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം. മാറി നിൽക്കട്ടെ, ഇതാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം. ഓക്കെ, ഒരു പുതിയ സെഡസ്ത്രയാണ്. ഓക്കെ, അധികം ഓട്ടോ ഒന്നും ഓടിയിട്ടില്ല, വന്നു കുറച്ച് ഓടിയതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് സെയിലിനിടും. ഇവർ വേറെ ഒരു വണ്ടി ഇവരുടെ വരുന്നുണ്ട്, സോ അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കിനിയിപ്പം നോക്കി വണ്ടിയും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം അടിച്ചിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് നമ്മുടെ പേരും കാര്യങ്ങളെല്ലാം അടിച്ചു വിട്ട് ഇറക്കിക്കൊണ്ട് പോകാം. ഓക്കെ, അപ്പോൾ പൈസയുടെ കാര്യങ്ങളെല്ലാം ഓൾറെഡി നേരത്തെ സംസാരിച്ചായിരുന്നു. സോ ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടിയും കാര്യങ്ങളെല്ലാം ഒന്ന് ഓടിച്ച് നോക്കി ഇട്ട് എങ്ങനെ ഉണ്ടെന്ന് അതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനും അണ്ണനും കൂടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് പതുക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇപ്പം അണ്ണനാണ് ഓടിക്കുന്നത്, ഞാൻ ജസ്റ്റ് സൈഡും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇത് വൺ വേയും കൂടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്നെങ്കിൽ കറങ്ങി തന്നെ വന്നെ, നേരെ ഇപ്പോൾ പോണ വഴി തിരിച്ചു വരാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അണ്ണൻ ഓടിച്ച് വെച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അണ്ണനെ ഓടിക്കുന്നുള്ളൂ. ഞാനിന്ന് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊന്നും അടിക്കുന്നില്ല. ഓക്കെ, എടുക്കുന്നുണ്ടെങ്കിൽ എന്നോട് ഓടിച്ചുകൊണ്ട് പോകാനാണ് പറഞ്ഞത്. ഓക്കെ, ചിലപ്പോൾ ഞാൻ ഓടിക്കും കേട്ടോ, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അണ്ണൻ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. വണ്ടിയുടെ ക്യാബിനാണേലും സീനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പം നൈസായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാനാണ് വണ്ടിയും കാര്യങ്ങളെല്ലാം ഓടിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ക്യാബിനെ പറ്റി പറയുകയാണെങ്കിൽ ക്യാബിനും കാര്യങ്ങളെല്ലാം ഓവറായിട്ടൊന്നുമില്ല. ഓക്കെ, എല്ലാം നോർമലായിട്ട് സെറ്റ് ചെയ്തേക്കുവാണ്. പിന്നെ ഇൻറ്റീരിയറിൽ വരുവാണേലും വലിയ അമിതമായ ലൈറ്റും ശബ്ദമൊന്നുമില്ല, നോർമൽ സംഭവങ്ങളേ ഉള്ളൂ. ഓക്കെ, കാരണം എടുത്തിട്ട് വണ്ടി അധികം ആയില്ലാത്തത് കൊണ്ട് തന്നെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊന്നും ഓവറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്കും നമ്മുടേതായ വർക്കും കാര്യങ്ങളെല്ലാം കയറ്റണം. കട്ടനൊക്കെ അവർ ഊരിയായിരുന്നു. ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ പുത്തൻ വണ്ടിയിലിടാനായിട്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ പേരും കാര്യങ്ങളെല്ലാം അടിച്ച് കട്ടനും കാര്യങ്ങളെല്ലാം ഇടണം. അപ്പോൾ വണ്ടിയുടെ ഒരു തീമും കാര്യങ്ങളെല്ലാം അനുസരിച്ച് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഓക്കെ, ഞാൻ ആലോചിക്കുന്ന ഈ വീട്ടിലെങ്ങനെ ഇവർ ഈ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇടുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ കാരണം ആ വണ്ടി ഇറക്കണമെങ്കിൽ ഈ വണ്ടി മാറ്റണം. സോ അങ്ങനെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഫണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പോയേക്കുവാണ്. അതും കഴിഞ്ഞ് നമ്മൾ ഏകദേശം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോയ്ക്കൊക്കെ മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കമൻറ്റും ലൈക്ക് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തിനിടയ്ക്ക് സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം അടുത്തുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് സ്റ്റിക്കറുകാരൻ വന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്നാക്സ് എന്നുള്ള പേരും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് പോവാം. ഓക്കെ, അപ്പോൾ അണ്ണൻ വണ്ടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് കാറും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ പോകുന്നുണ്ട്. അപ്പം എന്നോട് ബസ് പുറകെ പോരാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ലുക്ക്. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ, ക്ലീൻ സ്പെക്ക്. വേറെ നമ്മളിനി പോയിട്ട് ചെറിയ പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിയുടെ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നെയിം ബോർഡ് ഓൾറെഡി ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതനുസരിച്ചാണ് നമ്മുടെ നെയിമും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് പതുക്കെ വണ്ടിയും കാര്യങ്ങളെല്ലാം പതുക്കെ എടുത്ത് നമ്മൾ നേരെ പോവുകയാണ്. ഓക്കെ, വേറെ അങ്ങോട്ടല്ല, നമ്മൾ നേരെ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നേരെ വീട്ടിൽ പോവും. വീട്ടിൽ പോയിട്ട് അവിടുന്ന് അല്ലല്ല ചിലപ്പോൾ നമ്മൾ മിക്കവാറും നേരെ നമ്മുടെ സ്റ്റിക്കർ ഷോപ്പിലോട്ടേ പോകത്തുള്ളൂ. ഓക്കെ, അണ്ണനോടൊന്നും കൂടെ ചോദിച്ച് കൺഫേം ചെയ്തിട്ട് ഞാൻ പറയാം. അപ്പോൾ ഗൈസ്, നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല, ഏത് വണ്ടി എടുത്താലും നമ്മൾ ആദ്യം പോയി കളയുന്നത്
ഈ സൈഡിലത്തെ കളർ കോഡിൻ്റെ ലൈനാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അതൊരു വണ്ടിയുടെ ഇത് കളയും. ഓക്കെ, ഒരു മെനയില്ല. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാൻ പോകണം. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം ബാക്കി അടിക്കണം. സോ അതൊക്കെ ആയിട്ട് നമ്മളങ്ങോട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ വെച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കിനിപ്പോൾ നേരെ വണ്ടിയുടെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ വിശേഷം ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.